അനുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നീയൊക്കെ എന്താ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത്? അമ്മ അതെല്ലാം ഒരു കണ്ടന്റിന്റെ ഭാഗമാണ്. നമ്മൾ ഏത് കണ്ടന്റ്? മല്ലിക അമ്മയെ ബിഗ് ബോസ് ഷോയിലേക്ക് വിളിച്ചാൽ? അയ്യോ ഇല്ല പൊന്നേ. ബിഗ് ബോസുകാര് മദേഴ്സ് ഡേ പ്രമാണിച്ചിട്ടൊരു സ്പെഷ്യൽ എപ്പിസോഡ് വെച്ചാൽ പോവാം. അല്ലാതെ ഈ പിള്ളേരോട് ഈ കിടന്ന് കളിക്കുന്നത് എന്തോന്നാ? ഭയങ്കര അടിയും പിടിയും വഴക്കും കണ്ണടച്ച് കിടക്കുന്ന സത്യമേ അവൻ പറയും. അവന് സൂചിപ്പിക്കൽ വർത്താനം പറയാൻ അറിയാൻ വയ്യ. അവൻ പറയുന്ന ഓരോ വാചകവും ഓരോ വാക്കും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് ഈശ്വരൻ അറിയാം. ഒരിക്കലും അവനോട് പറയാം, അവനെ കിട്ടത്തില്ല. അതിന് ആരെങ്കിലും എന്തെങ്കിലും തോന്നുമോ? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി പറയാം. ഈ സാധാരണ സിനിമ കണ്ടല്ലോ തോളത്ത് കൈയിട്ടുള്ളത്. അത് എനിക്കറിയാം. ഞാൻ അടുത്തൊരു 20 വർഷം കഴിഞ്ഞാൽ ശരിയാ, ഞാനിങ്ങനെ മലയാള സിനിമയുടെ ഒരു അംബാസഡറെ പോലെ പലയിടത്തും അറിയണം, എൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങണം, നല്ല കഥകൾ നല്ല ചിത്രങ്ങൾ, അത് ഓടുവോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ നല്ല പടങ്ങൾ എടുക്കണം, നല്ല പടങ്ങളിൽ അഭിനയിക്കണം. അത് ശരിയാ, അതിൽ പലതും ഒരു പരിധി വരെ ഇപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ്. മല്ലിക അമ്മയും പൂർണിമ ചേച്ചിയും സുപ്രിയ ചേച്ചിയും കൂടി ഒരു പാചക മത്സരത്തിൽ പങ്കെടുക്കുന്നു. ആരായിരിക്കും 1ാം സ്ഥാനത്ത് എത്തുക? അമ്മ. മല്ലിക അമ്മ. മറ്റേ യൂട്യൂബിലെ റെസിപ്പി നോക്കി. എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്ത് റെസിപ്പി ഇല്ല, യൂട്യൂബും ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഒരു നല്ലൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നിസാരം ഒരു പായസം ഉണ്ടാക്കണേ പോലും പരുവം തെറ്റും പലർക്കും. അല്ലെങ്കിൽ പിന്നെ പുസ്തകം അല്ല അമ്മ അതെ വരട്ടിയിട്ടിടണോ അതോ ഇട്ടിട്ടോ? ഒരു സിനിമ കാണുമെന്ന് ഏത് സിനിമയായിരിക്കും കൂടുതൽ കാണാറ്? ഒരു കാലത്ത് സിനിമ കാണത്തില്ല, 2.5 മണിക്കൂർ മിണ്ടാതിരിക്കാനോ എന്ന് ചോദിക്കും. അപ്പോഴേ എൻ്റെ പൊന്നെ, ഈ 2.5 മണിക്കൂറുണ്ടായി ഞങ്ങളിത് തിരിച്ചു വെക്കും. ഈ വീട് കൊച്ചുമക്കളും ഞങ്ങളും എല്ലാവരും കൂടെ. ഞാൻ പിന്നെ പടം കാണുന്നത് എല്ലാവരും നല്ലതാന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ പോയി കാണും. അല്ലാതെ ഇപ്പൊ ഒരുപാട് പടങ്ങൾ റിലീസ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ആഴ്ചയിൽ ഒരു 2 സിനിമ, എന്തോ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊന്നുമില്ല. ചവറ് പോലെ ഒരാഴ്ചയിൽ 10 പടം ഇറങ്ങിയാല് 10,000-15,000 ശമ്പളത്തിന്റെ കട്ട് BPF ഒക്കെ പിടിച്ചതിന് ശേഷം കിട്ടുന്ന ശമ്പളത്തിൽ എത്ര പടം കാണും മനുഷ്യൻ? ഇതൊക്കെ ഒരു വ്യവസ്ഥ വേണ്ടേ? ഈ സെഗ്മെന്റിന്റെ പേരാണ് സംശയമില്ലാതെ മല്ലികാമ്മ. സംശയമില്ലാതെ മല്ലികാമ്മ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഒരു സംശയമില്ലാതെ മല്ലികാമ്മ അതിന് ആൻസർ പറയണം. സംശയം വന്നാ പറയണ്ട അല്ലേ? എന്നാലും പറയണം. ശരി, ഓക്കെ. ഫസ്റ്റ് വൺ. ഒരു ദിവസം മുഴുവനായി മക്കൾക്കും മരുമക്കൾക്കുമൊപ്പം മല്ലികാമ്മ വീട്ടിൽ സമയം ചെലവഴിക്കുന്നു. ആ ദിവസം ഏറ്റവും കൂടുതൽ സമയം ഒരേ വൈബിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരോടൊപ്പമായിരിക്കും? കൊച്ചുമക്കള്. യാതൊരു സംശയമില്ല. എന്താ സംസാരിക്കാൻ അവരടുത്ത്? അല്ല, അവരിങ്ങോട്ട് ചോദിച്ചോളുമല്ലോ. അച്ഛമ്മ വന്ന് അലങ്കൃത തുടങ്ങും, നക്ഷത്ര അതുപോലെ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞ. അയ്യോ, അവരുടെയൊക്കെ ഡയലോഗ് കേട്ടാല് നമ്മളൊക്കെ ഇനി 1 ഡിഗ്രി എടുക്കണം ഇതിനൊക്കെ ഉത്തരം പറയണമെങ്കിൽ. സത്യം പറയാം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയും. അല്ല, ഏറ്റവും എനിക്കിഷ്ടം അവരോട് സംസാരിക്കുന്ന അച്ഛമ്മ അമ്മൂമ്മ. അച്ഛമ്മ എന്ന് വിളിക്കുന്ന അലങ്കൃത, നക്ഷത്രം പ്രാർത്ഥന അമ്മൂമ്മ. അതെന്താ അങ്ങനെ? അതെനിക്ക് തോന്നുന്നു കുറച്ച് സുപ്രിയയുടെ നാട്ടിൽ ഈ അച്ഛൻ്റെ അമ്മ അച്ഛമ്മ. ശരിയാ, വടക്കോട്ട് അച്ഛമ്മയാണ്. ഇപ്പൊ ഇവിടെ ഞങ്ങളുടെയൊക്കെ ഓണാട്ടുകാര് ഹരിപ്പാട് ആലപ്പുഴയൊക്കെ അമ്മൂമ്മ. അങ്ങനെ. ഓക്കെ. അപ്പൊ അടുത്തത്. രാജുവേട്ടന്റെ സ്വഭാവത്തിൽ നീ ഈ സ്വഭാവം ഒരിക്കലും മാറ്റരുത് എന്ന് മല്ലികാമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം? സത്യമേ അവൻ പറയും. അവന് സൂചിപ്പിക്കൽ വർത്താനം പറയാൻ അറിയാൻ വയ്യ. അവൻ പറയുന്ന ഓരോ വാചകവും ഓരോ വാക്കും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് ഈശ്വരൻ അറിയാം. ഒരിക്കലും അവനോട് പറയാം, അവനെ കിട്ടത്തില്ല. അതിന് ആരെങ്കിലും എന്തെങ്കിലും തോന്നുമോ? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി പറയാം. ഈ സാധാരണ സിനിമ കണ്ടല്ലോ തോളത്ത് കൈയിട്ടുള്ളത്. അത് രാജുവിനെ അറിയാവുന്നവർക്കറിയാം കേട്ടോ. ഈ പ്രശസ്തരായ മുൻനിര നടന്മാർക്കറിയാം പൃഥ്വി അങ്ങനെ കിട്ടത്തില്ല. അതായത് അവൻ പറഞ്ഞെന്തിനാ അത് നമ്മുടെ വ്യക്തിത്വം കളഞ്ഞിട്ട് ഒരാളിനോട് ചേർന്ന് നിന്നിട്ട് എന്ത് നേടാൻ? അമ്മ ഒന്നുമില്ല, ഇതാണ് എൻ്റെ ശരി എന്ന് പറയുന്ന. അത് ഞാൻ എപ്പോഴും പറയാം. അത് തന്നെയായിരുന്നു അവൻ്റെ അച്ഛൻ. ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, പക്ഷെ ഒരു കാര്യം പിന്നീട് പറയാം, അന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ എന്ന് പറയാറുണ്ട് പലരും. അത് ഞാൻ എപ്പോഴും പറയും, ഇത് തുടർന്നുകൊണ്ട് പോയാൽ മതി, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിനക്കുണ്ടാവും. നുണ പറഞ്ഞ് ആരെയും വേദനിപ്പിക്കാതിരിക്കുക,
ആരെങ്കിലും സുഖിപ്പിച്ച് എന്തെങ്കിലും 4 കഥകൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ ശത്രുത വാങ്ങാതിരിക്കുക, ഇതൊക്കെ എനിക്ക് നിർബന്ധമുള്ള കാര്യം. പിന്നെ രാജുവിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എനിക്കറിയാം ഞാൻ അടുത്തൊരു 20 വർഷം കഴിഞ്ഞാൽ ഞാൻ ശരിയാ, അത് ഞാൻ എപ്പോഴും പറയും. മനോരമയിലെ ഇതിലായിരുന്നു തോന്നുന്നു ഒരു ഇന്റർവ്യൂ, അത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്തു. ഞാനിങ്ങനെ മലയാള സിനിമയുടെ ഒരു അംബാസഡറെ പോലെ പലയിടത്തും അറിയണം, എൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങണം, നല്ല കഥകൾ നല്ല ചിത്രങ്ങൾ, അത് ഓടുവോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ നല്ല പടങ്ങൾ എടുക്കണം, നല്ല പടങ്ങളിൽ അഭിനയിക്കണം. അത് ശരി, അതിൽ പലതും ഒരു പരിധി വരെ ഇപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അടുത്തത് മല്ലിക അമ്മയും പൂർണിമ ചേച്ചിയും സുപ്രിയ ചേച്ചിയും കൂടി ഒരു പാചക മത്സരത്തിൽ പങ്കെടുക്കുന്നു. ആരായിരിക്കും 1ാം സ്ഥാനത്ത് എത്തുക? അമ്മ. മല്ലിക അമ്മ. അമ്മയുടെ മെയിൻ ഡിഷ് എന്താ? അല്ല, അങ്ങനെയല്ല, ഞങ്ങളൊക്കെ പാചകം വീട്ടിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ പഠിച്ചിറങ്ങിയപ്പോൾ തൊട്ട് അവരുടെ അമ്മ അച്ഛനും ഒക്കെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എഴുതിയെടുത്ത് ഉണ്ടാക്കുന്നത് മറ്റേ യൂട്യൂബിലെ റെസിപ്പി നോക്കി. എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്ത് റെസിപ്പി ഇല്ല, യൂട്യൂബും ഇല്ല, ഒന്നുമില്ല. അവിയൽ ഇങ്ങനെ ആയിരിക്കണം, അതിട്ടാൽ പച്ചയത്തക്കായത് നേരെയോ അത് കഴുകാതെ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് വേണം ഇടാൻ, ഇല്ലെങ്കിൽ അവിയൽ കറക്കും. ഇങ്ങനൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല. ഞങ്ങളൊക്കെ അതുകൊണ്ട് എൻ്റെ അമ്മ നല്ലതായിട്ട് പാചകം ചെയ്യുന്ന ഒരാളായിരുന്നു. അത് കണ്ടും കേട്ടും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അമ്മയുടെ കയ്യിൽ നിന്നുള്ള ആ ഒരു കൈപുണ്യം ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു നല്ലൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞാട്ടെ, നിസ്സാരം ഒരു പായസം ഉണ്ടാക്കണേ പോലും പരുവം തെറ്റും പലർക്കും. അല്ലെങ്കിൽ പിന്നെ പുസ്തകം അല്ല അമ്മ അതെ വരട്ടിയിട്ടിടണോ അതോ ഇട്ടിട്ടോ ചോദിക്കും. അതുകൊണ്ട് പാചകം ഞാൻ തന്നെയായിരിക്കും. മല്ലികമ്മയുടെ സിഗ്നേച്ചർ ഐറ്റം എന്താ? സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയായിരുന്നു. എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം ഞാൻ ഉണ്ടാക്കും. കാരണം അതിൻ്റെ ഏറെക്കുറെ ഒരു ഇഷ്ടങ്ങൾ അതുപോലെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് സുഖേട്ടൻ. അതായത് അദ്ദേഹത്തിന് ചില ഇതുണ്ട്. ഇപ്പം മീൻകറി ഇറച്ചിയൊക്കെ വിട്ടാട്ടെ, രസം, തമിഴ്നാട് രസം, കുറച്ച് പരിപ്പൊക്കെ ഇട്ട് വേവിച്ച് അതിനകത്ത് കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചതച്ചിട്ട് അങ്ങനെ ഒരു മണം ഉണ്ടല്ലോ, നിറച്ച് മല്ലിയിലൊക്കെ ഇട്ട്, അത് തന്നെ വേണം അദ്ദേഹത്തിന്. മീൻകറി ഇന്നതുപോലെ തന്നെ വേണം. ആ ഒരു റെസിപ്പി ഒന്ന് പറയും, മല്ലികമ്മയുടെ സിഗ്നേച്ചർ മീൻകറിയുടെ റെസിപ്പി. കാരണം നമ്മൾ ഞാൻ 2-3 തരത്തിലുണ്ടാക്കും. ഈ ഫിഷ് മോയിലി എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഫിഷ് മോളി എന്ന് പറയും. വെളിയിലൊക്കെ എനിക്ക് ഹോട്ടൽ നടത്തിയോണ്ടാണ് അവരുടെ പറയുന്നത് ഫിഷ് മൊയിലി ആണത്. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ഇവർക്കൊക്കെ പരുവം തെറ്റാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മോളെ, അത് തേങ്ങാപ്പാലും ടൊമാറ്റോ ജ്യൂസും ആണ് അതിന്. സവാളയൊക്കെ വഴറ്റി അത് ഞാൻ വരികയാണെ ഉണ്ടാക്കി തരാം, ഇതെല്ലാം കൂടെ പറയുന്നതെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വലിയ ഇഷ്ടമാണ്. അത് പിന്നെ ഈ പറഞ്ഞിട്ട് എന്താ പറയാ, നമ്മുടെ ചിക്കൻ സ്റ്റൂ, കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് വെളുത്ത കളറിലുള്ള സ്റ്റൂവും അപ്പവും കൂടെ എൻ്റെ 2 മക്കൾക്കും വലിയ ഇഷ്ടമാണ്. അത് ഇടിയപ്പം ഇടിയപ്പം ആയാലും അപ്പം ആയാലും അത് ഇഷ്ടം. പിന്നെ വേറൊരു കാര്യം, കുറച്ചൊരു വലിയ പ്രോൺസ്, അത് വെറുതെ പ്രോൺസ് തനിയെ ഇച്ചിരി കുരുമുളകും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു മസാല പോലെ പെരണ്ടിരിക്കും. ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് നാളെ എൻ്റെ ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പഠിക്കുന്ന ദീപിനോട് ചോദിച്ചറിയാം. നമ്മുടെ ഇന്ദ്രൻ്റെ 2ാമത്തെ മോള് വന്നപ്പോൾ ഞാൻ രാത്രിയിൽ എനിക്ക് ഹെവി ആയിട്ട് ഞാൻ ഈ മീൻ കുറച്ചൊന്നും കഴിക്കുന്നില്ല. അപ്പം ചൂടായിട്ട് കനം കുറഞ്ഞ ദോശ വേണം, എന്തെങ്കിലും ചമ്മന്തി. അപ്പം അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ അമ്മയുടെ ഒരു സംഭവമുണ്ട്, ഈ വറ്റൽ മുളക് ചുട്ടിട്ട്, ചുവന്ന മുളക്, ചെറിയ ഉള്ളി, കരിവേപ്പില, ഒരു ശക്കല പുളി ഇടുന്ന അറിയത്തില്ല, അരച്ചിട്ട് ഇത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കും. അപ്പം ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം മോള് പറഞ്ഞു, അമ്മൂമ്മ എന്തുവാ കഴിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇച്ചിരി ചോറിഞ്ഞിട്ട് എന്നിട്ട് നോക്കിക്കോ, നീ ഒരൊറ്റ ഉരുളൊക്കെ തിന്നുമ്പോൾ നിനക്ക് എരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വായിൽ വെച്ച് കൊടുത്തു. എൻ്റെ പൊന്നു മോളെ, ഇവരൊക്കെ കൂടെ ചിരിയായിരുന്നു. അവൾ പിന്നെ കാസറോളിൽ നിന്ന് ഒരൊറ്റ ചട്ടുകൻ ചോറിട്ട്, എന്തുവാ അച്ഛാ ഇതൊന്ന് തിന്നു നോക്കാം ചണ്ണ ഇന്ദ്രൻ്റെ പറച്ചില്ലേ, ഇങ്ങനെയൊക്കെ തീറ്റിച്ചതിന് അടി ഞാനൊക്കെ ഈ തടിയായത്. അപ്പൊ ഒന്നുമില്ല, അവൾക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അവക്കൊരു ഇച്ചിരി എരി ഇഷ്ടമാണ്, പക്ഷെ ഇത് വെറും മുളക് ചമ്മന്തിയും ചോറ് വേണമെന്നൊന്നും നക്ഷത്രയ്ക്ക് മനസ്സിലായില്ല. എന്തോരം നല്ല കറിയുന്നു. അങ്ങനെ ഈയിടയ്ക്കായപ്പോ 2 ആഴ്ചയായിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് പാചകത്തിന് 1ാം സ്ഥാനം മല്ലികാമ്മയ്ക്കാന്ന് പറഞ്ഞു. ഇനി വാചകത്തിനാണെങ്കിലോ? അയ്യോ, വാചകം 3 ഭാഷയാണ്, ഒന്ന് ഹിന്ദി, ഒന്ന് മറ്റേ മലയാളവും ഇംഗ്ലീഷും കൂടെ കലർന്ന്. ഞാൻ ശുദ്ധ മലയാളം, അതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രേഡ് എങ്ങനെ ഇളകാം. അല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ വാചകങ്ങൾ അവരുടേതായ ഇൻ്റർവ്യൂവിലായിരിക്കും കൂടുതലും അവർ പ്രയോഗിക്കുന്നത്. ഇവിടെ വരുമ്പം ഞാനാണല്ലോ
അമ്മ. ഞാൻ പറയും, അവർ കേൾക്കും, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നില്ല. അതൊരു വാചകം എങ്ങനെയാണെന്നുള്ള അതിന്റെ ഗ്രേഡിങ് ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാറാ നിങ്ങൾ 3 പേരും കൂടിയാ? സംസാരിക്കുന്ന ഞാനും പൂർണ്ണിമയും കൂടെ ആയിരിക്കും. സുപ്രിയ വളരെ കുറച്ചേ സംസാരമുള്ളല്ലോ. എല്ലാവരുമായിട്ട് ചിരിക്കാനും കളിക്കാനും കൂടുമെന്നല്ലാതെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് പൂർണ്ണിമയുമായിട്ടാണ്. അതിൻ്റെ ഒരു കാര്യമുണ്ട്, ആദ്യം വന്ന മരുമോളും കൂടെയാണ്. അപ്പൊ കുറച്ചൊരു മൂത്ത മകളുടെ സ്ഥാനം അദ്ദേഹത്തിന് തന്നെയാണ്. അതല്ല, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗെദർ ആണ് എന്ന് വെച്ചോ. അപ്പൊ നിങ്ങളുടെ ലൈക്ക് ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും? സിനിമയെ പറ്റിയാണോ അതെയോ? സിനിമ വളരെ കുറവായിരിക്കും. സിനിമ കുറവാണ്. കാരണം സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഇത് തന്നെ പറഞ്ഞിട്ട് ഇപ്പം നമുക്കും തോന്നും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ പറയാന്നൊക്കെ പറയും. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസ് സ്കൂളിൽ, പിന്നെ ഇവരെവിടെങ്കിലും പോകുമ്പോൾ നടക്കുന്ന തമാശകൾ, അപ്പൊ പല അതാൾ ഇന്നേരം പറഞ്ഞു ഗുരുവായൂരും തൊഴാൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭഗവാൻ. അപ്പൊ ഗുരുവായൂർ ഞാൻ ഈ വല്ലപ്പോഴും ഒക്കെ പോയി, എനിക്ക് പോറ്റിമാരെയൊക്കെ നല്ല പരിചയമായി. ഞാൻ മിക്കവാറും ഒരു എല്ലാത്തിനും അവിടെ പോയി തൊഴുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ പോലും എൻ്റെ എല്ലാ വഴിപാടുകളും അവിടെ നടത്തിച്ചിരിക്കും. അങ്ങനെ ഇന്ദ്രനും പൂർണ്ണിമയും കൂടെ പോയപ്പോൾ ഇന്ദ്രൻ പറയുന്നു പ്രസാദമൊക്കെ തരുന്നുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെ കാണുന്നവരൊക്കെ എൻ്റെ മുഖത്തോട്ടുണ്ട്, അമ്മ എന്ത് ചെയ്യുന്ന ചോദിക്കും. ഞാൻ പറഞ്ഞാ വല്ലപ്പോഴും ഒക്കെ ഭഗവാനെ പോയി കാണണം. പക്ഷെ ഇന്ദ്രൻ പോകും കേട്ടോ, ഇന്ദ്രൻ പോകും. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു എല്ലാവരും അമ്മയെ തന്നെ ചോദിക്കുന്നത്, അമ്മ എവിടെ, അമ്മ എവിടെ. ഇത് തന്നെ തിരുവനന്തപുരത്തും ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയാലും മറ്റേ എന്താ പറയുക കരിക്കകത്ത് ക്ഷേത്രത്തിൽ പോയാലും ഇങ്ങനെ കുറേ അമ്പലങ്ങൾ പതിവായിട്ട് ഞാൻ പോയി. എനിക്ക് അതുകൊണ്ട് തിരുവനന്തപുരത്ത് പോയി നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം. എൻ്റെ ചേച്ചിയുണ്ട് അവിടെ. ഞങ്ങൾ ഈ പതിവ് അമ്പലങ്ങളൊക്കെ വല്ലപ്പോഴും ഒന്ന് പോകാനും എടുക്കാനും ഒക്കെ പറ്റി. ഈ കാൽവേദന വന്നതിന് ശേഷമാണ് അങ്ങനെ ഈ കുറച്ച് പോക്കിന്റെ എണ്ണം കുറഞ്ഞു. മറ്റേ ചൊവ്വ വന്നാലും വെള്ളി വന്നാലും ഒക്കെ പോകുന്ന ആളാണ് ഞാൻ. ഏതായാലും ഈ പറഞ്ഞതുപോലെ അപ്പൊ അതുകൊണ്ട് നമ്മളെക്കുറിച്ച് അന്വേഷിക്കാത്തവരാരുമില്ല. എനിക്കതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. എന്നെ ആരെങ്കിലും ഒന്ന് ട്രോൾ ചെയ്ത് ആര് ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റ് അതിൻ്റെ ഫേക്ക് ഐഡിയ ആണെന്നുള്ളത് ഞാൻ ഈ ചോദിക്കുന്നവർക്ക് അയക്കുന്നുണ്ട്. അത് ശരി, ഇതാണല്ലേ അതിന്റെ റൂട്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടുമ്പം ഒരു സിനിമ കാണുമെന്ന് ഏത് സിനിമയായിരിക്കും കൂടുതൽ കാണാറ്? ലൈക്ക് സീരിയസ് മൂവിയാണോ അല്ലെങ്കിൽ ഒരു തമാശയാണോ? എങ്ങനത്തെ നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുവാന്ന് വെച്ചോ, നിങ്ങൾ ഒരു കാലത്ത് സിനിമ കാണത്തില്ല. 2.5 മണിക്കൂർ മിണ്ടാതിരിക്കാനോ എന്ന് ചോദിക്കും. അപ്പോഴും എൻ്റെ പൊന്നെ, ഈ 2.5 മണിക്കൂറുണ്ട് ഞങ്ങളിത് തിരിച്ചു വെക്കും ഈ വീട്, കൊച്ചുമക്കളും ഞങ്ങളും എല്ലാവരും കൂടെ. അപ്പൊ അതുകൊണ്ട് സിനിമകളെ കുറിച്ച് അങ്ങനില്ല. അത് ഇന്ദ്രനാണെ രാത്രിയില്ല, ഒരു ഹോം തിയേറ്ററും കാര്യങ്ങളും ഉണ്ട്, രാജുവിനും ഉണ്ട്. ഈ എന്താ പറയാ ക്യൂബ് വഴി വരുന്ന സിനിമയൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ രാജു കാണുന്ന കാണാം. ഞാൻ പിന്നെ പടം കാണുന്നത് എല്ലാവരും നല്ലതാന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ പോയി കാണും. അല്ലാതെ ഇപ്പൊ ഒരുപാട് പടങ്ങൾ റിലീസ് ചെയ്ത് എല്ലായിടത്തും കൂടെ പോയെന്ന് വയ്യ പറയൂ. ഞാൻ തന്നെ എനിക്ക് തപ്പിപ്പോവും. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കാറിൽ ഇവിടെ വരെ വരുമ്പോൾ ഒരുപാട് പേരുകൾ. അപ്പൊ ഞാൻ ചോദിക്കും ഇത് സിനിമയാണോ? ആ അതെ, എന്തൊക്കെയോ സിനിമ. എന്നാ അപ്പൊ നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. അത് എല്ലാ തിയേറ്ററിലും 1 ഷോ 2 ഷോ ഒക്കെയാണ്. അത് ഞാൻ പല ഇന്റർവ്യൂവിലും ഞാൻ പറയുന്നുണ്ട്. ഇവിടുത്തെ നിർമ്മാതാക്കളുടെ സംഘടന അത് നിങ്ങളൊക്കെ കാര്യമായിട്ടൊന്ന് പറയണം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ആഴ്ചയിൽ ഒരു 2 സിനിമ, എന്തോ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊന്നുമില്ല. ചവറ് പോലെ ഒരാഴ്ചയിൽ 10 പടം ഇറങ്ങിയാല് 10,000-15,000 ശമ്പളത്തിന്റെ കട്ട് BPF ഒക്കെ പിടിച്ചതിന് ശേഷം കിട്ടുന്ന ശമ്പളത്തിൽ എത്ര പടം കാണും മനുഷ്യൻ? ഇതിനൊക്കെ വ്യവസ്ഥ വേണ്ടേ? അതാണ് ഈ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടം വരുന്നത്. ഒന്നുമില്ല, എടുക്കുന്നതെല്ലാം കൊണ്ടങ്ങ് ഇറക്കിക്കൊള്ളാം. ഇവിടെ 1 ഷോ, അവിടെ 2 ഷോ, മറ്റിടത്ത് 3 ഷോ. ചില പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് അഭിനയിക്കുന്നവരടക്കം ഉത്സാഹിച്ച് OTT എന്നും ഓവർസീസ് റൈറ്റ് എന്നും മറ്റേതെന്നൊക്കെ പറയും, വിറ്റെങ്കിലും കാശുണ്ടാക്കും. ഇത് അത്ര പെട്ടെന്ന് അതിന് ശ്രമിച്ചാൽ നടക്കാത്ത പടങ്ങളുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങളാണ് കഷ്ടം. അതൊക്കെ ഞാൻ പറയുന്നത് നിർമ്മാതാക്കൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ. ഇപ്പം എൻ്റെ മക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പം അവർ ശരിപ്പോട്ടെ, എത്ര കൊച്ചു പടങ്ങൾ. എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ വീശിയത് എന്തോ നാടകമാണോ സിനിമയാണോ, കാരണം ഈ പേര് അതിന് തലേദിവസം വരെ നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനത്തെ കൊണ്ടിറക്കരുത്. അത് ആ കാശ് മുടക്കുന്നവർക്ക് അതൊരു വിഷമമായിരിക്കും. മല്ലികാമ്മയെ ബിഗ് ബോസ് ഷോയിലേക്ക് വിളിച്ചാൽ വീട്ടിൽ നിന്നും ഉറപ്പായും ഒരു സാധനം കൊണ്ടുപോകാൻ അനുവദിച്ചേ പറ്റൂ എന്ന് ഡിമാൻഡ് വെക്കുന്ന ഒരു സംഭവം എന്തായിരിക്കും? വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനോ? ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഇടയ്ക്ക് കുറിക്കാനൊക്കെ വേണം എനിക്ക്. അല്ല അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ ഉണ്ടാക്കി തിന്നൊന്നും പറഞ്ഞാൽ എനിക്ക് നടക്കത്തില്ല. അയ്യോ ഇല്ല പൊന്നേ, പോവാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, അത് കൊച്ചു പിള്ളേർക്ക് കളിക്കാനേ പറ്റും. അല്ലെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ വെക്കട്ടെ, ബിഗ് ബോസുകാര് മദേഴ്സ് ഡേ പ്രമാണിച്ചിട്ടൊരു സ്പെഷ്യൽ എപ്പിസോഡ് വെച്ചാൽ പോവാം. അല്ലാതെ ഈ പിള്ളേരോട് ഈ കിടന്ന് കളിക്കുന്ന എന്തോന്നാ അത്? ഭയങ്കര അടിയും പിടിയും വഴക്കും കണ്ണടച്ച് കിടക്കുന്ന അത്
അത് കുറെ പേര് മാസങ്ങളോളം അത് ഭയങ്കര ട്രോള് മറ്റേത് trending മറിച്ച് ആയി അതങ്ങനെ അതല്ലേ. പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് നടക്കുന്ന അടി ഇതെല്ലാം ഈ ലോകത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു അനുവിൻ്റെ അടുത്ത്, ഞാൻ ചോദിച്ചു നീയൊക്കെ എന്താ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത്? അമ്മ അതെല്ലാം ഒരു കണ്ടന്റിന്റെ ഭാഗമാണ്. നമ്മൾ ഏത് കണ്ടന്റ് അവര് പറയുമോ നിങ്ങൾ തമ്മിൽ തെല്ലിക്കുമോ എന്നങ്ങ് പറയുമോ? അല്ല അമ്മ, ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇങ്ങനെയൊക്കെ. എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് അതിൻ്റെ ഒരു ചോദിച്ചൊന്ന് മനസ്സിലാക്കണം എന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ബേസിക് വൺ ലൈൻ എന്നുള്ളത് അധികം ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ കാണുന്നതൊക്കെ ഈ റീലും പരസ്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാം കൊച്ചു പിള്ളേർ തമ്മിലിടി പോടാ ഒക്കെ വിളിക്കുന്നത്. നമ്മള് എൻ്റെ കൂടെ നിൽക്കുന്നവരെ പോലും ഞാൻ പേരല്ലാതെ എടാ വാടാ പോടാന്ന് ഞാൻ വിളിച്ചിട്ടേ ഇല്ല. അപ്പൊ എനിക്കത് കാരണം അയ്യോ ഈശ്വര, ഈ പിള്ളേരെയൊക്കെ ആൺപിള്ളേരെടുത്തിട്ട് ചവിട്ടുമോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അത് കാരണം എനിക്ക് അതിൻ്റെ എന്താണെന്നുള്ളത് അതിന് പോയിട്ടുള്ളവരൊക്കെ അറിയുള്ളൂ. എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. എനിക്ക് പോകാൻ വലിയ താല്പര്യം. ഞാൻ പറഞ്ഞില്ലേ, അമ്മമാര് മാത്രമാണെങ്കിൽ ഞങ്ങൾ പോവാം, അല്ലാതെ പിള്ളേരുടെ കൂടെ ഒരിക്കലും ഇല്ല. മല്ലികാമ്മ എനിക്ക് തോന്നുന്നു ഭയങ്കര പീസ് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലേ ലൈഫിൽ. തീർച്ചയായിട്ടും അതെ. എനിക്കതാണ് ഇഷ്ടം. കാരണം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഒഴിവുള്ള സമയങ്ങളിൽ എനിക്ക് ഒരുവിധപ്പെട്ട ഞാൻ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഭഗവാനെ സങ്കല്പിച്ചിട്ടുള്ള നാമജപങ്ങളൊക്കെ എനിക്ക് കാണാതറിയാം. അപ്പം അത് കേൾക്കെ പറയണമെന്നില്ല. നമ്മൾ രാവിലെ എഴുതുന്നത് ചുമ്മാതിരിക്കുമ്പോഴും നമുക്ക് നാമം ചൊല്ലാം, സന്ധ്യയ്ക്കും പറയാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് എനിക്കൊരു കൂടുതൽ. പിന്നെ ഇതിനകത്തൊക്കെ വരുന്ന നല്ല കാര്യങ്ങളുണ്ട്, ഈ ട്രോളല്ല, അതൊക്കെ ഞാൻ നോക്കാറില്ല. പക്ഷെ നല്ല ആൾക്കാരുടെ ചില പ്രസംഗങ്ങൾ, അതിപ്പോൾ എല്ലാ പാർട്ടിക്കാരും അതെ കേട്ടോ. ഞാനിപ്പോൾ തന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ടാ ഇവർ പറയും സംഖ്യ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൽ തന്നെ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അത് എല്ലാം ചെറുപ്പക്കാരാണ്. എന്നാലും അവരൊക്കെ പുസ്തകം വായിച്ചിട്ടുള്ളവരാന്ന് അവരുടെ ഭാഷ കേട്ടാൽ അറിയാം. അതാണ്, അത് പെട്ടെന്ന് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അടിയുണ്ടാക്കാൻ നടക്കുന്നവനും അറിവ് കൊടുക്കാൻ നടക്കുന്നവനും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം അതാണ് നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ടത്. വായിക്കണം, വായനാശീലം വേണം. അതിനെക്കുറിച്ച് ഒരു കാര്യം ചോദിച്ചാൽ അത് അന്തസ്സായിട്ട് മറുപടി പറയാൻ പറ്റും. അതിൽ വികാരം കൊണ്ടിട്ട് കാര്യമുണ്ടോ? അതല്ല അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. കഴിയുന്നതും എല്ലാവരും ചോദിക്കും എറണാകുളത്ത് വന്നാലും അവിടെ കണ്ടില്ലല്ലോ. ഇപ്പം ഞാൻ ഏറ്റവും കുറവ് പരിപാടിക്ക്. പിന്നെ ചില മാധ്യമ സുഹൃത്തുക്കളെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതലേ ഞാനുമായിട്ട് സഹകരിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പത്രങ്ങളുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള, ഞാനൊരു വലിയ പത്ര ഗ്രൂപ്പുണ്ട് കേരളത്തിൽ, ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് എന്നും പറഞ്ഞിട്ട്. അവരാണ് എനിക്ക് 50 വർഷം തികഞ്ഞപ്പോൾ ആദ്യത്തെ സ്വീകരണം തരുന്നത്, മല്ലികാ വസന്തം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഞാൻ സിനിമാക്കാരെ നമുക്ക് തരുന്നത് സംശയമാണ്, തരാൻ വഴിയില്ല. പിന്നെ അതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പം അവരൊക്കെ എന്നെ അങ്ങനെ ഒരു പഴയ ചേച്ചിയായിട്ടും ആൻറ്റി ആയിട്ടും ഒക്കെ കാണുന്നവരുണ്ട്. അതൊക്കെ പോരെ, എന്നും വൈകുന്നേരം ഒരു സാരി എടുത്തുകൊടുത്ത് എങ്ങോട്ടാണ് ഈ തെണ്ടാൻ പോകുന്നത്? അല്ല ഇപ്പം പിന്നെ അത് കൂടാതെ ഏതാണ്ട് ഒരു സംഭവം ഉണ്ടല്ലോ, കൊളാബോ, എന്താണ് പ്രൊമോഷൻ അല്ലേ, കൊളാബ് എന്തോ ആയിരിക്കാം. ഇപ്പം ഈ സൗന്ദര്യവർദ്ധനവിനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട്. പക്ഷേ ഞാൻ 8-10 വർഷം ഞാൻ ഖത്തറിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ അന്ന് പരമാവധി വാങ്ങിക്കുന്നത് വെച്ചാൽ ഭയങ്കര ചൂടാണ്, ഒരു 50+ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ SPF ഉള്ള ഒരു ടാൻ വരാതിരിക്കാനുള്ള സൺക്രീമൊക്കെ വാങ്ങിച്ചിടും. ഇപ്പം പിന്നെ വെളുപ്പിക്കണോ കറുപ്പിക്കണോ, മറ്റേ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, കൊളാബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോഴും നല്ല പ്രായത്തിലാണെങ്കിൽ നമുക്ക് നോക്കാം, ഇനിയിപ്പം ഈ വയസ്സുകാലത്ത് ഒന്നും വേണ്ട, നിങ്ങൾ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ അതൊക്കെ അങ്ങ് ചെയ്യും എന്ന് പറയും ഞാൻ. എന്ന് പറയുന്ന പോലെ കാലം മാറും തോറും പല പല അപ്രോച്ചുകളാണ് ഇപ്പോൾ ഓരോന്നിനോടും. അതുമായിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. കാരണം അതുകൊണ്ടല്ല, അത് ജനറേഷൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാണ്. ചെറുപ്പക്കാർ വരുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറും. ഞാൻ എന്നും പറഞ്ഞ് വേണമെങ്കിൽ അതനുസരിച്ച് എനിക്ക് നീങ്ങാം, പക്ഷേ അതിനെന്നെ കിട്ടത്തില്ല. ഞാൻ എൻ്റേതായ ഒരു വഴിയിൽ സമാധാനമായിട്ട് വീട്ടിൽ കുത്തിയിരുന്ന് എല്ലാ കാര്യങ്ങളും നോക്കും. മക്കളുടെ കാര്യവും കൊച്ചുമക്കളുടെ കാര്യം. എനിക്ക് ഒരുപാട്, എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിവിടെ മാത്രമല്ല, ഞങ്ങൾക്കൊരു വലിയ ഗ്രൂപ്പുണ്ട്. ഞാൻ പഠിച്ചിരുന്ന കോളേജിലും കോട്ടൺ ഹിൽ സ്കൂളിലുമായിട്ട്, കൂൾ ലീഡേഴ്സും കൂൾ ഗേൾസും രണ്ട്. അപ്പം അത് ഞങ്ങൾ അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. ഞാൻ പറയും ആ സ്ഥലങ്ങൾ തന്നെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അയർലൻഡ്, ഗൾഫ്, ഒരുപാട് സ്ഥലങ്ങൾ, UK ഒരുപാടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും ഞാൻ നിരന്തരം ഞങ്ങളിങ്ങനെ ഈ ഗ്രൂപ്പിൽ കൂടെ അല്ലാതെയൊക്കെ ബന്ധപ്പെടുന്നവർ. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധം കളയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നാരുടെ മകള്, ഇന്നാരുടെ ഭാര്യ, ഇന്നാരുടെ സഹോദരി, എൻ്റെ ചേട്ടനെ അറിയാത്തവരായിട്ട് ആരുമില്ല. അപ്പം അതൊക്കെ ഒരു വലിയ മേൽവിലാസങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പം നമ്മൾ അതിൻ്റേതായ ഒരു രീതിക്ക് പോകുന്നതല്ലേ നമ്മളുടെ ഒരു പാരമ്പര്യം അനുസരിച്ചൊരു മാന്യത എന്ന് പറയുന്നതാണ്. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അടുത്തത്
രാജുവേട്ടന്റെ സിനിമകളിലെ നായികമാരിൽ ഏറ്റവും കൂടുതൽ രാജുവേട്ടനുമായി കെമിസ്ട്രി വർക്ക്ഔട്ട് ആകുന്നു എന്ന് മല്ലികാമ്മയ്ക്ക് തോന്നിയിട്ടുള്ളത് ആരുടെ കാര്യത്തിലാണ്? അവർക്കൊക്കെ കെമിസ്ട്രി, ഇവന്റെ കെമിസ്ട്രി ശരിയാവാതെ ഇരിക്കുന്നെങ്കിലേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ഏതാണ്? കോംബോ എനിക്ക് ചില സിനിമകളിലൂടെ ചില നായികമാരെ നമുക്ക് ഇഷ്ടപ്പെടും അല്ലേ. ബാലാമണിയമ്മ, നന്ദനം, സമൃദ്ധ, സുനില്, എനിക്ക് ആ മാണിക്കക്കൽ, അതായത് പടത്തിന്റെ പേരേക്ക് അങ്ങനെ ചില പടങ്ങൾ കാണുമ്പോൾ എനിക്ക് പിന്നെ ഓഫ് കോഴ്സ് മീര, എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. കാവ്യ, മീര എല്ലാവരും അവൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒക്കെ പുറത്ത് പറയുന്നത് പോലെ ഞാൻ ഈ പടങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഈ കുട്ടികളെ എല്ലാം നന്നായിട്ട് പരിചയമുണ്ട്. അവരുടെ അമ്മമാരെ എല്ലാവരെയും എനിക്കറിയാം. പിന്നെ അങ്ങനെ ഒരു താരതമ്യ പഠനം ഒന്നും ചെയ്തിട്ടില്ല. ഈ ബാലാമണി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് ഞാൻ പോകുമ്പോൾ തൊട്ട് ഞാൻ അവിടെ ലൊക്കേഷനിൽ പോയി. അപ്പോൾ ഞാൻ ചിലപ്പോൾ കാണുന്നത് സുഖേട്ടൻ്റെ പടത്തിൻ്റെ മുമ്പിൽ മോനും രേവതിയും കൂടെ അച്ഛൻ അനുഗ്രഹം വാങ്ങിച്ചോ എന്ന് പറയുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ അത് തൊട്ട് ഇങ്ങനെ കാണുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബാലാമണിക്ക് വേണ്ടി കൃഷ്ണൻ ആള് മാറി വരുന്നത്, ഇതെല്ലാം കൂടി ഈ കഥ ഇങ്ങനെ തലയ്ക്ക് പിടിച്ചിട്ട് നവിയെ കാണുമ്പോഴൊക്കെ എനിക്ക് ബാലാമണിയായിട്ടാണ്. അതുപോലെ സമൃദ്ധയുടെ പെരുമാറ്റം കൊണ്ടാണോ അതോ സമൃദ്ധയുടെ ഒരു ശാന്തമായ ഒരു സ്വഭാവ രീതിയുണ്ടല്ലോ, ഒരിടത്തും ഒരു ബഹളമോ എടുതിയാട്ടമോ ഒന്നുമില്ല. ഒത്തിരി പേരുണ്ട് അവിടുന്ന് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഒത്തിരി പേരുണ്ട് നായികമാരെന്ന് പറയാനായിട്ട് അല്ലേ. എത്രയോ പുതിയ കുട്ടികൾ. ഇപ്പം തന്നെ വിലായത് ബുദ്ധയിൽ അഭിനയിച്ച ആ കുട്ടി എന്നൊക്കെ പറയുന്നത് വലിയ ആർട്ടിസ്റ്റാണ്. അത് ഈ ക്യാരക്ടറാണ് അങ്ങനെ, അത് മനസ്സിലാക്കാതെ ഏതാണ്ട് കാണിച്ചതൊക്കെ കൊച്ചെന്തോന്ന് കാണിച്ചത് കുട്ടി എഴുതി കൊടുക്കുന്ന അഭിനയിക്കും, അത്രയല്ലേ ഉള്ളൂ. അവരെല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. ഇത് ഒരു ആർട്ടിസ്റ്റ്, ഒരു സംവിധായകൻ പറയുന്നത് ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുന്ന് ട്രോളുന്നവന്മാർക്കൊന്നും പറ്റുമോ? ഇത് അങ്ങോട്ട് വന്ന് പറയട്ടെ ഒരു ഡയലോഗ്, ചുമ്മാതാ. അപ്പം അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പം ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുമ്പം എൻ്റെ ആഗ്രഹം ഈ കുട്ടി ഈ സീനിൽ ഇങ്ങനത്തെ എക്സ്പ്രഷൻ കാണിക്കണം, ഈ ടോണിൽ പറയണം എന്നാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ നായികമാരാരും മോശക്കാരായിട്ടൊന്നും രാജുവിൻ്റെ കൂടെ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. ഒരുവിധം എല്ലാ നല്ല നായികമാരും എല്ലാവരും പേര് കേട്ടവരാണ്, എല്ലാവരും പ്രശസ്തരായവരാണ്. അതൊന്നുമില്ല. അങ്ങനെ ഒരു കെമിസ്ട്രി. ഫേവറേറ്റ് കോംബോ ഏതാണ്? കോംബോ എന്ന് പറഞ്ഞാൽ ഏതാ നമ്മളെ എല്ലാ പടവും കാണുന്നത്. എല്ലാ പടവും നന്ദനം മുതൽ ഓർത്തോർത്ത് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താണ് പറയേണ്ടത്, ഈ പറഞ്ഞല്ലേ അങ്ങനെ ഈ സ്ഥിരമായിട്ടൊരു നായികയില്ലാത്തൊരാളാണ് രാജു. ശ്രദ്ധിച്ചിട്ടില്ലേ? രാജുവിന് അങ്ങനെ ഇല്ല, ഇന്ന ആൾ വേണം, അല്ലെങ്കിൽ ഭാര്യയായിട്ട് ഇന്ന ആര് വേണം, അല്ലെങ്കിൽ കാമുകയായിട്ടില്ല. രാജു എന്താണോ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞത് അവരുടെ കൂടെ അങ്ങ് അഭിനയിക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഏതാ നല്ല കോംബോ എന്ന് പറയാൻ നമുക്കൊരു അവസരം പറയണമെങ്കിൽ ഒരു 5-6 പടം ഇവർ ഒന്നിച്ച് വരണം. അങ്ങനെ വന്നിട്ടില്ല, അതാണ് സത്യം. ഓക്കെ, അടുത്തത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മല്ലികാമ്മ കണ്ടിട്ടുള്ള ഏറ്റവും വർക്ക്ഹോളിക് ആയൊരു നടൻ. എൻ്റെ അമ്മേ, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അത് ഇവർ കണ്ടുപിടിച്ചത് കുറച്ചൊക്കെ മമ്മൂട്ടിയും മോഹൻലാലിനെയും തന്നെ ആയിരിക്കും. പക്ഷേ രാജു തീർച്ചയായിട്ടും അതിപ്പോൾ ഇതിനാണ് രാജു ഭയങ്കരമാണ്. രാജുവിന് പ്രത്യേകിച്ച് ഈ സംവിധാനം ചെയ്യുന്ന സമയത്ത് നമുക്കാർക്കും ഒന്നും മിണ്ടാനേ ഒക്കത്തില്ല, ഒന്നും പറയാനൊക്കത്തില്ല. അവനെ ഫോൺ ചെയ്താൽ പോലും അവൻ ഇങ്ങനെ നോക്കി ഞാൻ വിളിക്കാം ഞാൻ ഒരു 3 പ്രാവശ്യം കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇന്നിനിയും വിളിക്കണ്ടെന്ന്. അതങ്ങനെ. പിന്നെ ഓഫ് കോഴ്സ് ഈ വർക്ക് ഹോളിക് എന്ന് പറഞ്ഞ പ്രായവും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ അവൻ ചെറുപ്പമാണ്. കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരും. അങ്ങനെ ഒത്തിരി ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു പരമാവധി ഒരു 8-8:30 മണി വരെയൊക്കെ എനിക്ക് എന്താ വെച്ചാൽ വെറുതെ കൊണ്ടല്ല, നമുക്ക് അതിൻ്റേതായ വീട്ടിൽ വന്നു ചില കുഴമ്പൊക്കെ തേച്ചു കാലൊക്കെ കഴുകി പിന്നെ ഇച്ചിരി വല്ല മരുന്നൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചു. പിന്നെ എൻ്റെ ഒരു സഹോദരനുണ്ട്. ചേട്ടനെ ഉള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം ചേട്ടനെ അറിയാൻ വയ്യാത്ത ഡോക്ടർമാർ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല, ഒരുവിധപ്പെട്ടവർക്ക് എല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമുണ്ട് ഇന്നതുപോലെ എല്ലാ വർഷങ്ങളുള്ള ചെക്കപ്പ് ഇന്നതൊക്കെ, അങ്ങനെ അതെല്ലാം അനുസരിച്ചൊക്കെ അങ്ങ് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പിള്ളേരുടെ ഇത് എന്ന് പറയാനായിട്ട് ഇതൊക്കെ തന്നെയാണ് നമുക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകിച്ച് ഒരു വർക്കഹോളിക് എന്ന് പറയാനായിട്ട് എനിക്കൊന്ന് രാജുവായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ പറയുകയാണെങ്കിൽ. പിന്നെ മോഹൻലാലും ഒക്കെ അങ്ങനെ ചെയ്തിട്ട്, മോഹൻലാൽ അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് രാത്രി ഒന്നും പ്രശ്നമല്ല. മമ്മൂട്ടി അതിൻ്റെ അങ്ങേ പറയുമായിരുന്നു. ഇപ്പോൾ സ്ഫോടനമൊക്കെ സുഖേട്ടനോട് അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഒന്നും ഉറക്കവേ ഇല്ലല്ലോ. ഇപ്പം അദ്ദേഹത്തിന് പ്രായം കൂടി വരുന്നതും നമ്മളും അതിൻ്റെ സ്കെഡ്യൂൾ ആ ടൈമിംഗ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും കുറച്ചൊക്കെ. അല്ല, അത് വേണം കേട്ടോ. ഇത് നമ്മൾ കിടപ്പായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ട്രോളുകാരും തോളത്ത് കൈവയ്ക്കുന്നവരും ഒന്നും കാണത്തില്ല. അത് അച്ചട്ടായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അത് അവർക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് പേര് കൂടെ നടക്കാൻ കാണും.
കുറേ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണത്തില്ല, ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണത്തുള്ളൂ. അതെ. ഓക്കെ അമ്മ, നമ്മൾ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട്. അതെ അതെ. അപ്പം എന്താണ് ഇനി അമ്മയുടെ പുതിയ വിശേഷങ്ങളും പുതിയ സിനിമകൾ? പുതിയ വിശേഷം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടാണ്, ഒരു സിനിമ പ്രകമ്പന ഇപ്പോൾ ഉടനെ റിലീസാവും. പിന്നെ 1-2 പടത്തിന് വിളിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഡിസംബർ ആണെന്നും ജനുവരി ആണെന്നും ഒക്കെ പറയുന്നത്, അതിൻ്റെ കൺഫേം ഡേറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ഞാനൊന്ന് പതുക്കെ ഒരു സീരിയൽ പ്രൊഡക്ഷൻ, ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് വേണോ. സിനിമയും ഒക്കെ മനസ്സിലുണ്ട്, പക്ഷേ അത് എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒത്തിരി റിലേറ്റീവ്സും സ്വന്തക്കാരും ഒക്കെ ഇനി എന്തിനാ ചേച്ചി അഭിനയിക്കുന്നത്, എവിടെ കാണാൻ ചുമ്മാ ഇരിക്കണം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് 1-2 പേര് പലയിടത്തും ഉണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ഇത് നോക്കാൻ അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ ഇന്ദ്രനോട് പറയുന്നുണ്ട്, എടാ നീ നോക്കുമോ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിവേ എന്തെങ്കിലും ഒരു സീരിയലെങ്കിൽ സീരിയൽ, സിനിമയെങ്കിൽ സിനിമ, ഒരു ചെറിയ പ്രൊഡക്ഷൻ സെറ്റപ്പ് നോക്കിയിട്ട് ഈ സർക്കിട്ട് ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. കൂടുതൽ ഒരു അമ്പല ദർശനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് മുമ്പോട്ടുള്ള ജീവിതം അങ്ങനെ പോട്ടെ. കാരണം ഒരുപാട് കടമുണ്ട് ഗുരുവായൂരപ്പനോട്. ചോദിച്ചു തുടങ്ങി, ഗുരുവായൂരപ്പൻ എന്ത് ചെയ്യേ, കഴിഞ്ഞ മാസം കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പോഴും അതൊക്കെ ഒന്ന് തീർക്കണം. അപ്പം അമ്മ ആഗ്രഹിച്ച പോലെ അമ്മയുടെ എല്ലാ ഡ്രീംസ് ഇനിയും നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു മോളെ. താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയൊക്കെ ഉള്ളൂ അമ്മയ്ക്ക് ആഗ്രഹം. ഒരു ചെങ്കോട്ടയിലും കയറി വെട്ടിപ്പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോകും, എന്നെ വിട്ടേക്കുക. 71 വയസ്സായ ഒരു അമ്മയാണ്. ഈ പറയുന്നവർക്കും ട്രോളുന്നവർക്കും എല്ലാ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ, അതാരാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ, സംസാരം കുറെ കൂടെ മാന്യതയോടുകൂടി ആയാൽ അവനവൻ്റെ കുടുംബത്തിന് കൊള്ളാം. പെങ്ങന്മാർ കാണും, കെട്ടിച്ചയക്കണം. അത് ഇനിയിപ്പോൾ എല്ലാവരും ഇല്ലേ, വളർത്തിയ അച്ഛനെ അമ്മയെക്കുറിച്ച് ആലോചിക്കണ്ടേ. ഞാൻ എന്താണ് എൻ്റെ അച്ഛനെ ഞാൻ സമ്പാദിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ആലോചിച്ച് പുതിയ തലമുറ വളരണം. പഠിപ്പിച്ച അധ്യാപകരെയും വളർത്തിയ അച്ഛനമ്മമാരെയും സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെയും ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. അതാണ് ആദ്യം. തീർച്ചയായും. താങ്ക് യു.